സ്റ്റണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് വേണ്ട, സ്റ്റണ്ടില്ലെങ്കിലും സാരമില്ല, അടിപൊളിയാണ്. നല്ല പടം, ഇഷ്ടപ്പെട്ടു പടം. മോഹൻലാലും ആ പെണ്ണും എല്ലാവരും സിദ്ദിഖും എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കുന്നു പടം. അടിപൊളിയാണ്. ഒന്നും പറയാനില്ലപ്പാ. നമുക്ക് കൈയടിക്കാനുള്ള ഒരുപാട് മൂവ്മെന്റ്സ് ഈ പടത്തിലുണ്ട്. പടം പോയി കാണും, കൈയടിക്കാനുള്ള ഒരുപാട് മൂവ്മെന്റ്സ് ഈ പടത്തിലുണ്ട്. സൂപ്പർ പടം. ലാലേട്ടന്റെ കംബാക്ക് ആണ്. സൂപ്പർ സിനിമ. നല്ലൊരു പടമാണ്. നല്ല രീതിയിൽ കൺവേ, നല്ലൊരു ഐഡിയ നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു പടം. കുട്ടിയുടെ ഒരു ചങ്കൂറ്റം, ആ തുണിമാല, അത് അൺബലീവബിൾ. കണ്ടേ പറ്റൂ, എല്ലാവരും കണ്ടേ പറ്റൂ. അടിപൊളി പടം. പഴയ കാലം ഒരു മീൻസ് നമ്മുടെ ഒരു മാസ് അല്ലാത്ത ഒരു റിയൽ ആക്ടിങ് വേണ്ടിയ ലാലേട്ടൻ, നമുക്ക് ഇഷ്ടമുള്ള ലാലേട്ടൻ അതുപോലെ തോന്നി. ഒരു കോപ്രായ ഒരു ഗിമ്മിക്കും ഇല്ലാത്ത ലാലേട്ടൻ. ഭയങ്കരമായിട്ട് ഓണസ്റ്റി, അടിപൊളിയായിരുന്നു. എല്ലാവരും കാണണം. ഇൻഡസ്ട്രി ഹിറ്റാണ്. ആ ജിത്തു ജോസഫിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിച്ചോ അതെല്ലാം കിട്ടി. ഈ വർഷത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് നേര്. കണ്ണൊക്കെ അറിഞ്ഞുപോയി പുള്ളിയായിട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഭയങ്കര ലാസ്റ്റ് ഇമോഷണലി പുള്ളി എന്താ പറയാ, ലാസ്റ്റ് ആ ഒരു ഫേസിന്റെ കൂടെ ആ കുട്ടിയെ കൈ ഓടിക്കുമ്പോൾ ആളുടെ കണ്ണ് നിറയണ സീനുണ്ട്, കണ്ണൊക്കെ അറിയണ സീനുണ്ട്. ആ ശരിക്കും ഫീലായി പോയി അത്. സോ എല്ലാവരും വാച്ച് ചെയ്യണം, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു 5 കൊല്ലം മുമ്പാണ്, എത്ര കൊല്ലം തിരിച്ചറിയും അതേപോലത്തെ കളക്ഷനായിരിക്കും നേരിന് വരാൻ പോകുന്നത്. അതേപോലത്തെ ജിത്തു ജോസഫിൻ്റെ ഒരു അടിപൊളി സിനിമയാണ് ഇത് ക്രിസ്മസിന് നേര് കൊണ്ടുപോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ലൊരു സോഷ്യൽ ഒരു ആശയം, ലൈക്ക് അങ്ങനത്തെ ഒരു ആശയം കൊടുക്കുന്നൊരു സന്ദേശം കൊടുക്കുന്നൊരു സിനിമയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ട് വളരെയധികം സന്തോഷം. ആസ് എൻ ഓഡിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ മനസ്സ് പറഞ്ഞു സിനിമ കണ്ടപ്പോൾ തന്നെ. ലൈക്ക് ഈ എല്ലാവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ ആ ഒരു ലാൽ സാറിൻ്റെ ക്യാരക്ടറിന് വരുന്ന ആ ഒരു റിയാക്ഷനും, ലൈക്ക് പ്രേക്ഷകർക്ക് അദ്ദേഹത്തിനുള്ള ഒരു ആരാധനയും കഥയോടുള്ളൊരു താല്പര്യവും ബുക്കിംഗ് ഒക്കെ നമുക്ക് നേരിട്ട് തിയേറ്ററിൽ തന്നെ ദിവസം കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം.